അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 77-ാം അധ്യായമായ സൂറത്തുൽ മുർസലാത്തിൽ 10 തവണ ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തിയിട്ടുള്ള ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തു വെച്ചിട്ടുള്ളത്. വൈലൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അന്നേ ദിവസം നിഷേധിച്ചവർക്കാകുന്നു, കളവാക്കിയവർക്കാകുന്നു മഹാനാശം. ഒരു സൂറത്തിൽ ഒരായത്ത് തന്നെ ആവർത്തിച്ചു വരിക എന്നുള്ളത് അതിന്റെ പാരായണ ഭംഗിയെ ആസ്വാദകരമാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു സൂറത്തിൽ ഒരു കാര്യം അള്ളാഹു നിരന്തരം നമ്മളെ ഉണർത്തുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ആ വിഷയത്തിന്റെ ഗൗരവം. 2, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമകളോടുള്ള സ്നേഹവും. ഓരോ തവണ ആയത്ത് ആവർത്തിക്കുമ്പോഴും അതിന്റെ അർത്ഥത്തിന് പുതുമയുള്ളതായിട്ട് നമുക്ക് തോന്നും. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങും. അതുപോലെ ഓരോ തവണ അതിന്റെ ഭാവം വ്യത്യസ്തമായിരിക്കും. ഇവിടെ 10 തവണ അള്ളാഹ് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ 10 ഭാവങ്ങളിലായിട്ടാണ് എന്നുള്ളത് അതിന്റെ തൊട്ടു മുമ്പത്തെ ആയത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എവിടെയാണ് അള്ളാഹുവിന്റെ സ്നേഹം കിടക്കുന്നത്? ഇവിടെ അത് നമുക്കൊരു ഉദാഹരണ സഹിതം തന്നെ മനസ്സിലാക്കാം. ഒരു ഉമ്മ തന്റെ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവനെ തിരുത്തിക്കൊണ്ടേയിരിക്കും. ഇനി കുട്ടി അല്പം വലുതായി വിവരവും പക്വതയും പാകതയും എത്തിക്കഴിഞ്ഞാൽ ഉമ്മമാര് പോലും 1-2 പ്രാവശ്യം തിരുത്തും. എന്നിട്ട് മാറ്റമില്ലെങ്കിൽ ഇനി അവളാകട്ടെ അവനാകട്ടെ അവന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കട്ടെ എന്ന് പറയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ അത്തരത്തിൽ കൈയൊഴിഞ്ഞിട്ടില്ല. 114 സൂറകളിലായി നിരവധി ഒട്ടനവധി തവണ ഉപദേശമായിട്ടും താക്കീതായിക്കൊണ്ടും അള്ളാഹു നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ തവണ ഹൃദയം കൊണ്ട് ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ ആയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീനിലൂടെ നമ്മളെ വീണ്ടും ഉണർത്തുന്നുണ്ട്. വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. ഈ ആയത്ത് മറ്റൊരു സൂറത്തിൽ വീണ്ടും അല്ലാഹ് മറ്റൊരു രൂപത്തിൽ നമ്മൾ ഉണർത്തണമെങ്കിൽ ഇതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള മുകദ്ദിബീങ്ങളുടെ അവസ്ഥയെ പറ്റി നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ആരാണ് ഈ മുകദ്ദിബീങ്ങൾ? എന്തിനെയാണ് അവർ നിഷേധിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിഷേധിച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള ബാക്കി എല്ലാ വിശ്വാസങ്ങളെയും നിഷേധിച്ചതിന് തുല്യമായി. ഇനി ആരാണ് ഈ നിഷേധകര്? ഈ ചോദ്യത്തിന് നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരം മുസ്ലിം ഇതര സമുദായക്കാരി എന്നായിരിക്കും. എന്നാൽ അവിടെയാണ് ചിന്തിക്കേണ്ടത്, ആ മുകദ്ദിബീങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്. ഈ ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമ്മുടെ നാവ് പറയുന്ന ഉത്തരം ഇല്ല, നീ പെട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളോട് ചോദിച്ചാൽ ഹൃദയം നൽകുന്ന ഉത്തരം എന്താണെന്ന് നോക്കുക. ഹൃദയം പറയുന്നത് നീ പെട്ടുപോയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനിസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത്? കളവും ചതിയും വഞ്ചനയും പലിശയും കുടുംബ വിച്ഛേദനവും വ്യഭിചാരവും ഒക്കെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഇബാദത്തുകളുടെ മൂല്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നതും എങ്ങനെയാണ്? ഇനി പെട്ടുപോയിട്ടുണ്ട് എന്ന് ഹൃദയം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഭയപ്പെടണം. റബ്ബിനോട് നമ്മൾ ചോദിക്കണം. അവൻ നൽകിയിട്ടുള്ള ഹിദായത്ത് ചോർന്നൊലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവസാനം ചോർന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ഈ പറഞ്ഞ സത്യനിഷേധികളുടെ കൂട്ടത്തിലാണ്. അത്തരക്കാരുടെ കൂട്ടത്തിൽ എത്തിപ്പെടാതിരിക്കാൻ അവൻ തന്നെ നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിലൂടെ. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഈ പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കണം. അതുപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഈ 2 പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. അവന്റെ ഹിദായത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഖുർആൻ ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കി തന്നിട്ടും അത് ഉൾക്കൊള്ളാതെ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അതിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്തുപോയാൽ റബ്ബ് ഒരു സീല് വെക്കും. ആ സീല് വെക്കുന്നതിന് നമ്മൾ ഭയപ്പെടണം. പിന്നീട് നമ്മൾ ആ നിഷേധകരുടെ കൂട്ടത്തിലാകും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അന്ത്യനാളിൽ 3 വിഭാഗം ആളുകളാണ് ഉണ്ടാവുക.
അതിൽ ആദ്യത്തെ വിഭാഗം ആളുകൾക്ക് ഒന്നും ഭയപ്പെടാനില്ല, അവർക്കൊന്നും ആലോചിക്കാനില്ല, അവർ നേരെ സ്വർഗത്തിലേക്കുള്ളവരാണ്. രണ്ടാമത്തെ ആളുകൾ, അവർക്ക് ഭയമുണ്ട്, വെപ്രാളമുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. മൂന്നാമത്തെ വിഭാഗം ആളുകൾ നേരെ നരകത്തിലേക്ക് പോകുന്നവരാണ്. അവരാണ് ഈ സത്യനിഷേധികൾ. നമ്മൾ നമ്മുടെ ഹിദായത്ത് ചോർന്നു പോകുന്നത് അറിയാതെ വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചു പോവുകയാണെങ്കിൽ ആ സത്യനിഷേധികളിൽ നമ്മൾ പെടും. അത്തരക്കാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബിനോട് സദാസമയം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുക. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. ഈ രണ്ട് പ്രാർത്ഥനകളും ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക. അള്ളാഹുവിന്റെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെ ഹിദായത്തിന്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് അവന് ശുക്ർ ചെയ്തുകൊണ്ട് അവനോട് സദാസമയം തേടിക്കൊണ്ട് യാചിച്ചുകൊണ്ട് നമ്മുടെ ഹിദായത്ത് നമ്മൾ നിലനിർത്തുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.